സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന് സംസ്ഥാനത്ത് വിപുലമായ ഒരുക്കം. 14 ജില്ലകളിലും ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് മോക്ക് ഡ്രിൽ നടക്കുക. മോക്ക് ഡ്രിൽ വിജയകരമായി നടപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് ഉദ്യോഗസ്ഥർക്കും ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്തും മോക്ക് ഡ്രിൽ നടത്തുന്നത്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം മോക്ക് ഡ്രില്ലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. മോക്ക് ഡ്രിൽ വിജയകരമായി നടപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കും ചീഫ് സെക്രട്ടറി എ ജയതിലക് നിർദ്ദേശം നൽകി. റെസിഡൻസ് അസോസിയേഷനുകളും പഞ്ചായത്തുകളും മോക്ക് ഡ്രില്ലിൽ വാർഡന്മാരെ നിയോഗിക്കണം. ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ജനങ്ങളെ അലർട്ട് ചെയ്യണം. സ്കൂളുകളിലും ബേസ്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ ഒരുക്കണം. വീടുകളിൽ മോക്ക് ഡ്രിൽ സമയത്ത് ലൈറ്റുകൾ ഓഫ് ചെയ്യണം. അടിയന്തര ഘട്ടങ്ങളിൽ വീടുകളിൽ നിന്ന് വെളിച്ചം പുറത്തുപോകാതിരിക്കാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ കർട്ടനുകളോ ഉപയോഗിക്കണം. ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഒഴിവാക്കണം. വൈകിട്ട് 4 മണിക്ക് സൈറൺ മുഴങ്ങുമ്പോൾ വീടുകളിലും ഓഫീസുകളിലും അകത്തെയും പുറത്തെയും ലൈറ്റുകൾ ഓഫ് ചെയ്യണം. വീടിനുള്ളിൽ സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി ബ്ലാക്കൌട്ട് സമയത്ത് അവിടേക്ക് മാറണം. തീപിടുത്തം ഒഴിവാക്കാൻ ബ്ലാക്കൌട്ട് സൈറൺ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ്, വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യാനും നിർദ്ദേശമുണ്ട്. പൊതുജനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും സംഘടനകളും മോക്ക് ഡ്രില്ലുമായി സഹകരിക്കണമെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.